മല്ലു കപ്പളോൺ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സൂറച്ച് ഹബ്ബിലാണുള്ളത്. ഇവിടുന്ന് നമ്മൾ ലിൻഡൽ ഫാക്ടറിയിലേക്ക് പോകുന്ന ട്രെയിൻ പിടിക്കാനായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 31ലേക്ക് പോവാണ്. തളപ്പൊക്കെ കേട്ടോ, ലിൻഡൻ പോകാനുള്ള ട്രെയിനാണ് ഇതേ പോകുന്നത്. ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ഫ്രണ്ടിൽ പോയി കയറിയാലോ? അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതേ ഈ പറഞ്ഞ സ്റ്റേഷൻ്റെ പേരെന്താണ്? അതേ കാണുന്നതാണ്, ക്രിച്ച്ബർഗ്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അതിന് GPS ഇട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോരം നടക്കാറുണ്ട്? 0.6 മൈൽ. വെരി നൈസ്. നടക്കാറുണ്ട്, നടക്കാം. ഇപ്പോൾ സമയം 4:18. 4:30 ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് 5 മണിക്കാണ്. നമുക്ക് ചിലപ്പോൾ 5 മണിയുടെ കാണാൻ പറ്റുള്ളൂ. 5 മണിക്ക് പോകാൻ പറ്റുമായിരിക്കുള്ളൂ അല്ലേ? എന്നാൽ പയ്യെ റിലാക്സ് ചെയ്ത് നടന്നാൽ മതി. GPS കാണിച്ചനുസരിച്ച് നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എത്ര മണിക്കെത്തും? 4:30 എത്തും. ബസ്സിന് പോവുകയാണെങ്കിൽ 4:32 എത്തും. എന്തല്ലേ ഓരോവസ്ഥയെ. അവിടെ പോയി ഒന്ന് ചോക്ലേറ്റ് ഒന്ന് വയറിറക്കും. ഉച്ചയ്ക്ക് ചോറ് പോലും ഇട്ടിട്ടില്ല. ഇന്ന് ചോക്ലേറ്റിന് വയറിറക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ ലിൻഡൽ ഹോം ഓഫ് ചോക്ലേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോക്ലേറ്റ് തിന്ന് വയറ് നിറയ്ക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അകത്തൂടെ നമ്മൾ പോകുന്നത്. ഈ സൈഡിൽ അവരുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിത് അതെ നമുക്ക് ആക്ച്വലി ഇതാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നാണ് നമ്മളിപ്പം എടുത്തത്. അങ്ങനെ €15 സ്വിസ് ഫ്രാങ്ക് ആണ് കേട്ടോ നമ്മുടെ ഈ ടിക്കറ്റിന്. എൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയാം. അവർ എല്ലാം കാണിച്ചു തരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. വീഡിയോ എടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. സോ അത് നന്നായി. ഇൻസ്ട്രക്ഷൻ ഓഡിയോ ഗൈഡ്. ഓക്കെ, ഇതെടുത്ത് നമ്മൾ ചെവി പിടിക്കുക. ഇങ്ങനൊരു ഡിവൈസ് നമുക്ക് തരും. ഇത് നമ്മൾ ഇവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യണം. നമ്മൾ ലാംഗ്വേജ് സെറ്റായി. അതൊരു ചെവിയിൽ വയ്ക്കുക, ഫോൺ വയ്ക്കുന്ന പോലെ. റെഡിയല്ലേ? അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റോറിയിലേക്ക് കയറാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിത് ടാപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ അവിടുത്തെ മറ്റ് കാര്യങ്ങൾ അവർ ഇൻസ്ട്രക്ഷനായിട്ട് തരും. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ആട്ടോ ചോക്ലേറ്റ് ടൂർ. ഇവിടെ നമുക്ക് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഈ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇവിടെ ഫ്രീ ലോക്കേഴ്സ് ഉണ്ട്. നമുക്ക് ബാഗ് അകത്തേക്ക് കയറ്റാനുള്ള അനുവാദമില്ല. സോ നമ്മൾ ആക്ച്വലി കൊണ്ടുപോയി ഇവിടുത്തെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കുകയാണ് ബാഗ്. എനിക്ക് മനസ്സിലായി, ചോക്ലേറ്റ് ഇട്ട് പോക്കറ്റിലിട്ട് വരാനല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തു. നമ്മൾ നേരെ ഇവിടെയാണ് നമ്മുടെ ചോക്ലേറ്റ് ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Whenever you point your guide to a risk symbol, we will tell you interesting facts, exciting secrets, and fascinating stories. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നൊക്കെ കൊക്കോ ഉപയോഗിച്ചാണ് കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ചെവിയിൽ വെച്ചാൽ മതി. അവർ അതിൻ്റെ അകത്ത് പറയും.
ഈ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചാണ് അവർ കൂടുതൽ പറയുന്നത്. മനുഷ്യനും ചോക്ലേറ്റും തമ്മിലുള്ള ബന്ധമാണ് ബേസിക്കലി അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതായത് 3500 BC തൊട്ടുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതങ്ങൾ കടന്നുപോയതും അതിനിടയ്ക്ക് ചോക്ലേറ്റുമായിട്ട് മനുഷ്യന് എങ്ങനെ ബന്ധം വന്നു എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി ഈ ഹാളിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കൊക്കോക്ക അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ മിനി ഡെമോവേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത്. അങ്ങനെ നമ്മൾ കുറേ നേരമായി നോക്കി നിന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇന്ന് തിന്നും എടുക്കും. ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഫുൾ കോക്കോ ആയിരുന്നു. കുറച്ച് കോക്കോ ബട്ടർ, കുറച്ച് ഷുഗർ എല്ലാത്തിനകത്ത് ഒരുപോലെയാണ്. ഷുഗർ എല്ലാത്തിനകത്ത് ഒരുപോലെയാണ്. ഇതിനകത്ത് കുറച്ച് മിൽക്ക് പൗഡർ ഉണ്ട്, കോക്കോ പൗഡർ ഉണ്ട്. സുഹൃത്തുക്കൾ, നമ്മളിങ്ങനെ കയറി വരുന്നുണ്ട്. അത് ചോക്ലേറ്റിൻ്റെ ഫൗണ്ടനാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിന് താഴെ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് കഴിക്കാം കേട്ടോ. അത് വൈറ്റ് ചോക്ലേറ്റ്, അത് മിൽക്ക് ചോക്ലേറ്റ്, അങ്ങേയറ്റത്ത് ഉള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. എനിക്കിഷ്ടപ്പെട്ടത് വൈറ്റ് ആട്ടോ. എനിക്ക് വൈറ്റും ഡാർക്ക്. ഞാൻ ഇത്രയും ടേസ്റ്റിൽ ചോക്ലേറ്റ് ഇതുവരെ ഞാനും ഓർക്കണ്ടേ ചിക്കൻ ഒഴിച്ച് ഇത് ഒഴിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. പമ്പ് ചെയ്യുക, പമ്പ് ഔട്ട് ചെയ്യുക. അത്രയും കഴിച്ചാൽ മതി. എനിക്കിതൊരു വൈറ്റ് ചോക്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു ഇഷ്ടമില്ല, ഞാൻ എടുത്ത് നോക്കട്ടെ. ഒരു ഇഷ്ടമില്ല. സൂപ്പർ സാധനം. ആ കൂടുതൽ ഈ വേസ്റ്റ് ഗ്ലാസ്സിൽ വെച്ചിരിക്കും കൂടെ നമുക്കിവിടെ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം കേട്ടോ. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റിന് സാധാരണ കയ്പ്പാണ്. പക്ഷേ ഇവിടുത്തെ ഡാർക്ക് ചോക്ലേറ്റിന് കയ്പ്പില്ല. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അവിടെ എന്താ സംഭവം? ഞാൻ ഒരിക്കലും ഇത്രയും ടേസ്റ്റിൽ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഇവർ വേണ്ടുന്ന ആവശ്യത്തിനുള്ള സ്പൂണുകൾ പാക്കറ്റ് വെച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്തോളം എടുക്കാം, കഴിക്കാം. ഇതിങ്ങനെ ഇത് ഡാർക്ക് ചോക്ലേറ്റ്, അപ്പുറത്ത് വൈറ്റ് ചോക്ലേറ്റ്. ഇത് അവരിങ്ങനെ അതിൻ്റെ ചോക്ലേറ്റുകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ട ഫൗണ്ടൻ്റെ അകത്തുള്ള പോലെ ഉരുക്കിയെടുത്ത ചോക്ലേറ്റുകൾ ഫുള്ള് നമ്മൾ ഇതുപോലെ ട്രെയിലാക്കി നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന പാക്കറ്റിൻ്റെ അകത്താക്കുന്നതിൻ്റെ ഒരു ഡെമോ വെർഷൻ അവരോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സോ അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഇവിടെ വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ പല തരത്തിലുള്ള ചോക്ലേറ്റുകളുണ്ട്. കൈ വെച്ചാൽ മിഠായി ചാടി വരും. കൈ താഴെ വയ്ക്കുക. കിട്ടിപ്പോയി. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ അത്. ഇതുണ്ടാക്കി അങ്ങനെ നമ്മൾ അതിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞത് ഈ പുറവശത്തേക്ക് മാജിക് വേൾഡിലേക്കാണ്. ചോക്ലേറ്റ് കോസ്മോസ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉള്ളത് നോക്കാം കേട്ടോ. ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട്. ഇന്ത്യയിലില്ലേ? ലിൻഡറിൻ്റെ ചോക്ലേറ്റ് ഇന്ത്യയിലില്ല, റഷ്യയിലുണ്ട്. നോക്കാം. ഇത് സ്വിറ്റ്സർലൻഡ്. ആയിരത്തി 1819 നിന്ന് 1850 1850 പിന്നെ ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ. ലിൻഡലിൻ്റെ പല പല ഫാക്ടറീസ് പല സ്ഥലങ്ങളിലായിട്ട് വന്നു.
ഇപ്പം നിലവിൽ സ്വിറ്റ്സർലാൻഡിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അത് ഇങ്ങോട്ട് നോക്കിയാൽ ലിൻറ്റണിലെ എല്ലാ തരത്തിലുള്ള ചോക്ലേറ്റുകളും ഇവിടെ ഉണ്ട്. നമുക്ക് കൈ നിറയെ വാരിക്കൊണ്ട് പോകാം കേട്ടോ. ചോക്ലേറ്റ് കൊടുക്കാം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ലിൻഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായി. നമ്മളതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കോറിഡോറിൽ നമ്മുടെ ഇടതുവശത്ത് കാണുന്നതൊക്കെ ഇവിടുത്തെ ഫാക്ടറിയുടെ അകത്തുള്ള ചില കാഴ്ചകളൊക്കെയാണ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പന്ത്രണ്ട് വന്നു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ എക്സിറ്റ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഗെയിമിംഗ് സംഭവമാണ് കേട്ടോ. നമുക്ക് ഇപ്പം പർച്ചേസ് ചെയ്ത ടിക്കറ്റിന്റെ QR കോഡ് നമ്മൾ താഴെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോൾ അവർ ഇതിൽ ഫുള്ള് റൗണ്ട് അടിച്ച് താഴെ വരുമ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് തരും. ഈ കിഡ്സിന് പിള്ളേർക്കൊക്കെ കളിക്കാൻ അടിപൊളിയായിട്ട് ഒരു ഫൺ പോലെയുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ കൈ നിറയെ ചോക്ലേറ്റുമായി ഇവിടെ ഇനി ക്യൂ നിൽക്കാൻ പറ്റില്ല കേട്ടോ ആ ചോക്ലേറ്റിന് വേണ്ടി. അങ്ങനെ ക്യൂ നിന്ന് അത്യാവശ്യം 3-4 അതെ അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ എക്സിറ്റ് എടുത്തത്. ഈ എക്സിറ്റ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോന്നാൽ പിന്നെ എൻട്രി ഇല്ല. സോ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. സുഹൃത്തുക്കൾ, അതേ ഈ എക്സിറ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇവരുടെ ഷോപ്പ്. നമുക്ക് ഇവിടുന്ന് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് പോകാം. എനിക്ക് തോന്നുന്നു പുറത്തേക്ക് കഴിഞ്ഞ് വില കുറവായിരിക്കും. $64 2 കിലോ.
അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വയറ് നിറയും, കൈ നിറയും, ബാഗ് നിറയും ചോക്ലേറ്റുമായി സൂറത്തിലെ ഫസ്റ്റ് ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇനി ഒരു ദിവസം കൂടി ഇവിടെയുണ്ട്. നാളെ രാത്രിയിലാണ് നമുക്ക് ഇവിടുന്ന് ലണ്ടൻ ഫ്ലൈറ്റ്. ഏതായാലും ഈട് അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലെങ്കിലും ചോക്ലേറ്റ് കഴിച്ച് വയറ് നിറച്ചു. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്തു. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.